വഫാത്തായിട്ട് 7 വർഷം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ചോദിച്ചു, കണ്ട ആള് ചോദിച്ചു, എങ്ങനുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വിഷയത്തിന്റെ ഹിസാബിൽ നിന്ന് ഇപ്പൊ അങ്ങോട്ട് രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഒറ്റ വിഷയം അല്ലാഹു തആല ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങോട്ട് ക്ലിയർ ആയിട്ടുള്ളൂ. എന്താണ് ആ ചോദ്യം? വല്ലാത്ത ഒരു ചോദ്യം തന്നെയാണ്. അല്ലാഹു തആല സലാമത്ത് നൽകട്ടെ. ഖബറിന്റെ ലോകം വല്ലാത്തൊരു ലോകല്ലേ സഹോദരങ്ങളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രഗൽഭനായ സ്വഹാബി വര്യനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയപ്പോ ഖബറിന്റെ ഉള്ളിലേക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അതും ഒരു സാധാരണ സ്വഹാബിയല്ല. അവിടുത്തെ മരണത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ അർശ് വരെ വിറച്ചുപോയി എന്ന് ഹദീസിൽ പഠിപ്പിച്ച സ്വഹാബിയാണ്. ആ മരണം നമ്മൾ മരിച്ചാൽ ആരറിയാൻ? അള്ളാഹുവിന്റെ അർശ് വരെ അറിഞ്ഞുപോയി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം. ആ സഅദ് തങ്ങളെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ, ഖബറിലേക്ക് വെച്ചിട്ട് അടിയിലെ ആ ഭാഗത്തുള്ള ഖബറിങ്ങനെ അടിയിലെ ഭാഗം കൊണ്ട് മൂടി റെഡിയാക്കിയിട്ട് സ്വഹാബത്തൊക്കെ മണ്ണിടാൻ ഒരുങ്ങുന്ന നേരം അല്ലാഹുവിന്റെ റസൂല് തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. തങ്ങൾ ചൊല്ലിയപ്പോ സ്വഹാബത്തും ചൊല്ലി തുടങ്ങി സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. കുറെ നേരം തസ്ബീഹ് ചൊല്ലി. പിന്നെ തങ്ങൾ തസ്ബീഹ് നിർത്തിയിട്ട് തക്ബീർ ചൊല്ലാൻ തുടങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. സ്വഹാബത്തും തക്ബീർ ചൊല്ലി. തക്ബീർ നിർത്തിയപ്പോ അവിടുത്തോട് ചോദിച്ചു, ലിമ സബ്ബഹത തവീലൻ സുമ്മ കബ്ബർത തവീലാ. നീണ്ട നേരം തസ്ബീഹ് ചൊല്ലിയല്ലോ നബിയേ, പിന്നെ നീണ്ട നേരം തക്ബീറും ചൊല്ലിയല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, സാധാരണ കാണാത്തൊരു കാഴ്ച ഈ ഖബറിന്റെ ഉള്ളിൽ ഞാൻ കണ്ടുപോയി. ലഖദ് തളായഖ അലാ ഹാദൽ അബ്ദി സ്വാലിഹി ഖബ്റുഹു. ഈ നല്ല മനുഷ്യനെ ഖബർ പിടിച്ച് ഇടുക്കിപ്പോയി സ്വഹാബാ. ഖബർ പിടിച്ച് ഇടുക്കിയപ്പോൾ എനിക്കത് സഹിച്ചില്ല. അപ്പോഴാണ് ഞാൻ തസ്ബീഹ് ചൊല്ലിയത്. നിങ്ങളും എന്റെ കൂടെ കുറെ നേരം തസ്ബീഹ് ചൊല്ലിയത്. സഹോദരങ്ങളെ, തസ്ബീഹ് കുറെ നേരം അള്ളാഹുവിനല്ലേ വാഴ്ത്തുന്നത്? പടച്ച റബ്ബിനല്ലാതെ ഈ പിടുത്തം വിടാൻ കഴിയുമോ? ഖബറിന്റെ 2 ഭിത്തികൾ ഒന്നാകെ അങ്ങ് കൂടിപ്പോയാൽ ചെറിയൊരു കൊതുകിന്റെ കടി സഹിക്കാൻ കഴിയാത്ത ദുർബല ശരീരമല്ലേ നമ്മുടെ ശരീരം. ഒരു ഈച്ചയുടെ കടി സഹിക്കാൻ കഴിയാത്ത ശരീരമല്ലേ നമ്മുടെ ശരീരം. കാണുന്ന ഖബറിന്റെ 2 ഭിത്തികൾ അങ്ങനെ അങ്ങ് വന്ന് ഇടുക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പരിഹാരം കണ്ടത്? ദിക്ർ തന്നെ പരിഹാരം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നീണ്ട നേരം തസ്ബീഹ് അങ്ങ് ചൊല്ലിയപ്പോ അതേ ഖബർ പിടുത്തം വിട്ടുപോയി. സഅദ് തങ്ങൾക്ക് ആശ്വാസം കിട്ടിയപ്പോ സന്തോഷം കൊണ്ട് അല്ലാഹു തആലാനെ വാഴ്ത്തിയിട്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഖബർ മൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിയും തട്ടി പോകരുത്. കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഖബറാളിക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഖബറാളിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലണം. സാധാരണ നമ്മൾ ചൊല്ലുന്നതിൽ ഇസ്തിഗ്ഫാറും ഉണ്ട്. അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഇ. പടച്ച റബ്ബേ, ചോദ്യത്തിന്റെ നേരത്ത് നല്ല സ്ഥൈര്യം കൊടുക്കണേ അല്ലാഹ്. ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടിയാൽ സഹോദരങ്ങളെ
അത് വലിയൊരു വിജയത്തിന്റെ മാർഗം കൂടിയാണ്. ചോദിക്കുന്ന നേരത്ത് നല്ല സ്ഥിരത കിട്ടാന് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ സഹോദരങ്ങളെ? ഈമാനും ഇഖ്ലാസും മുറുകെ പിടിച്ചുകൊണ്ട് നന്നായി ജീവിക്കണം. ഖബറിനെ കുറിച്ചുള്ളൊരു ബോധം എപ്പോഴും നമ്മളെ മനസ്സിൽ വേണം. അതേ, ഖബറിന്റെ ഉള്ളിലല്ലേ ചോദ്യം നടക്കുന്നത്. ആ ചോദ്യ നേരത്ത് നല്ല സ്ഥൈര്യം ലഭിക്കാൻ സുബ്ഹാനല്ലാഹ് ഫർളും സുന്നത്തുകളും വീഴ്ച വരുത്താതെ ജീവിതത്തിൽ നിത്യമാക്കണം. തബാറക സൂറത്ത് എന്നും പതിവാക്കണം. ഖബറിന്റെ വിഷയത്തിൽ നിന്നുള്ള കാവലി എപ്പോഴും ചോദിക്കണം. സുന്നത്ത് നിസ്കാരത്തിലും ആ ദുആ വിട്ടുപോകരുത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഒരൊറ്റ നിസ്കാരത്തിലും അല്ലാഹുവിന്റെ റസൂല് ആ ദുആ ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നെത്തുമ്പോഴേക്ക് തിരക്കും പിടിച്ച് സലാം വീട്ടിയിട്ട് എണീറ്റ് പോകണ്ട ഉമ്മമാരെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി, ആലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. അത് അബ്ആദ് സുന്നത്താണ്, നിസ്കാരത്തിന്റെ പൂർണ്ണതക്ക് അനിവാര്യമാണ്. വഅലാ ആലിഹി എന്ന് ചൊല്ലിയ ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ചോദിക്കുന്ന നേരത്ത് പതറിപ്പോകരുത്. നന്നായി ആ ചോദ്യത്തിന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ചോദ്യത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടെ ജീവിക്കണം. പടച്ച റബ്ബിനോട് ആ നേരത്ത് സ്ഥിരത കിട്ടാൻ തസ്ബീത്ത് കിട്ടാൻ ഈമാനും ഇഖ്ലാസും എപ്പോഴും ഊട്ടിയുറപ്പിക്കണം. ഈമാനിന് ലെവലേശം സംശയമുണ്ടാകരുത്. ഞാൻ പറഞ്ഞ വിഷയം തന്നെ തുടരട്ടെ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരോടും മക്കളോടും പറഞ്ഞത്, ഒന്നാമത്തെ വിഷയം എനിക്ക് നിങ്ങളവിടെ നിൽക്കുമ്പോ നേരം പോക്ക് ലഭിക്കുമെന്നാണ്. രണ്ടാമത്തതോ എന്റെ റബ്ബിന്റെ ദൂതന്മാര് ചോദിക്കാൻ വരുന്ന നേരത്ത് എന്തൊക്കെ ഉത്തരം പറയണമെന്ന് നിങ്ങൾ പുറത്തു നിന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോകരുതേ. ഉമ്മാനെ മറവ് ചെയ്ത്, ഉപ്പാനെ മറവ് ചെയ്ത്, കൂട്ടുകാരെ മറവ് ചെയ്ത് കുറച്ചു നേരം അതിന്റെ ചുറ്റുഭാഗത്തും നിന്ന് തസ്ബീത്ത് ചൊല്ലണം. ഒരമണിക്കൂർ നിന്ന് തസ്ബീത്ത് ചൊല്ലാൻ പറ്റുമോ? ഖബറൊക്കെ മൂടിയ ശേഷം, തൽഖീനൊക്കെ കഴിഞ്ഞ ശേഷം തസ്ബീത്ത് തുടരണം. തൽഖീൻ കഴിഞ്ഞിട്ടാണ് തസ്ബീത്ത്. തസ്ബീത്ത് നേരത്തെ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ടെങ്കിൽ കഴിച്ചാണ്ട് വേഗം സലാമത്താകല്ല വേണ്ടിയത്. തസ്ബീത്ത് ലാസ്റ്റാ, തൽഖീനൊക്കെ കഴിഞ്ഞ ശേഷം. അങ്ങനല്ല തസ്ബീത്ത്, അങ്ങനെയാണ് തസ്ബീത്ത്. തസ്ബീത്ത് ചെല്ലണം. തസ്ബീത്ത് മണ്ണിടുമ്പോഴേക്ക് തുടങ്ങിക്കൊള്ളിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മണ്ണിട്ട് ദുആക്കെ കഴിഞ്ഞതിന്റെ ശേഷവും അവിടെ നിന്നുകൊണ്ട് തസ്ബീത്ത് ചെല്ലണം. ഖബറൊക്കെ ഫുള്ള് മൂടിയ ശേഷമാണ് നബി തങ്ങൾ തസ്ബീത്ത് എല്ലാം വേണ്ടി പറഞ്ഞത്. ഈ തൽഖീന് നിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ ഏതോ ആൾ തുടങ്ങി വെച്ചതാണ് ഈ തസ്ബീത്ത്. അങ്ങനെയല്ല വേണ്ടത് ശരിക്കും. ഞാനൊരു പുതിയതായിട്ട് ഒരു സുന്നത്തമാത്തിന്റെ ആശയം ഒന്ന് കോഴിക്കോട്ട് നിന്ന് എഴുതി കൊണ്ടൊന്നല്ല, അങ്ങനെ തന്നെ ഉള്ളത്. നേരത്തെ തന്നെ ഇമാമിയങ്ങൾ ഉസ്താദന്മാരൊക്കെ പഠിപ്പിച്ച അങ്ങനെ തന്നെ. ചോദ്യം ചോദിക്കപ്പെടുന്ന നേരത്തെ അവിടെ നിന്ന് തസ്ബീത്ത് ചൊല്ലണം, അവിടെ നിൽക്കണം. മുഅ്മിനീങ്ങൾ നിൽക്കുമ്പോ തന്നെ ഖബറാളിക്ക് സന്തോഷാണ് എന്ന് ലോകത്താരാ പഠിപ്പിച്ചത്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തസ്ബീത്തിൽ സന്ദേഹമുണ്ടാകരുത്, തൽഖീനിൽ സന്ദേഹമുണ്ടാകരുത്. സുന്നത്ത് ജമാഅത്തിന് ഒരൊറ്റ കാര്യത്തിലും സംശയം ഉണ്ടാകാൻ പാടില്ല. ഉറച്ച ഈമാനാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിലൂടെ, സ്വഹാബത്ത് താബീങ്ങളിലൂടെ, താബിയുകൾ ഇമാമിങ്ങളിലൂടെ നമുക്ക് എത്തിച്ചു തന്ന എല്ലാ കാര്യങ്ങളിലും അടിയുറച്ച നല്ല ഈമാനും ഇഖ്ലാസും ഉണ്ടാകണം. ഈമാനിൽ ലവലേശം മാറ്റമുണ്ടായാൽ, നിഫാഖ് ബാധിച്ചു പോയാൽ, ബിദ്അത്ത് ബാധിച്ചു പോയാൽ